നമസ്കാരം, എല്ലാവർക്കും അഗതിഗുരുവിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റെയിൻഫെഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. സോ നമുക്ക് ഈ ടേബിളിലോട്ട് നോക്കാം. ടോട്ടൽ അരബിൾ ഏരിയ അല്ലെങ്കിൽ കൾട്ടിവബിൾ ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് 143.8 മില്യൺ ഹെക്ടർ ആണ്. ഇന്ത്യൻ സിനേരിയോ ആണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അതാണ് നമ്മുടെ പെർസെൻറ്റേജ് 100% ഏരിയ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ 100% ഏരിയയിൽ നമ്മൾ രണ്ട് രീതിയിലാണ് കൃഷി നടത്തുന്നത്. ഒന്ന് റെയിൻഫെഡ് അഗ്രികൾച്ചർ. റെയിൻഫെഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൃഷി നടത്തുന്നത് ആരെ ആശ്രയിച്ച് മാത്രമായിരിക്കും? കംപ്ലീറ്റ്ലി ഓൺ ദ ബേസിസ് ഓഫ് റെയിൻ. മഴയെ ആശ്രയിച്ച് മാത്രം നമ്മൾ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കൃഷി രീതിയാണ് നമ്മൾ റെയിൻഫെഡ് അഗ്രികൾച്ചർ എന്ന് പറയും. രണ്ട് രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഒന്ന് റെയിൻഫെഡ് അഗ്രികൾച്ചറും രണ്ടെന്തായിരിക്കും? ഇറിഗേറ്റഡ് അഗ്രികൾച്ചർ. നമ്മൾ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഇറിഗേഷൻ കൊടുത്തുകൊണ്ട്, അപ്പോൾ ഇറിഗേറ്റഡ് അഗ്രികൾച്ചറും റെയിൻഫെഡ് അഗ്രികൾച്ചറുമാണ് നമുക്കുള്ളത്. അതിൽ റെയിൻഫെഡ് അഗ്രികൾച്ചറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ടോട്ടൽ അരബിൾ ഏരിയസിൽ 100% ഏരിയ എന്താണ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് അപ്രോക്സിമേറ്റ്ലി 31% ഏരിയ മാത്രമാണ് അണ്ടർ ഇറിഗേറ്റഡ് ഏരിയ ഉള്ളത് ഇന്ത്യയിൽ. ബാക്കി നോക്കൂ, 45.5 ആൻഡ് ദിസ് 24, അപ്രോക്സിമേറ്റ്ലി ഒരു 70% അടുത്ത് തന്നെ ഏരിയ വരുന്നത് ഇറ്റ് ഈസ് അണ്ടർ റെയിൻഫെഡ് അഗ്രികൾച്ചർ. സോ റെയിൻഫെഡ് അഗ്രികൾച്ചറിന് വളരെയേറെ എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്ത്യൻ ഏരിയയിൽ. അപ്പോൾ നമുക്ക് നോക്കാം റെയിൻഫെഡ് അഗ്രികൾച്ചറിന് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു മഴയെ ആശ്രയിച്ച് മാത്രമുള്ള കൃഷി രീതികളാണ് നമ്മൾ റെയിൻഫെഡ് അഗ്രികൾച്ചറിൽ നോക്കുന്നത്. റെയിൻഫെഡ് അഗ്രികൾച്ചറിനെ തന്നെ നമുക്ക് മഴയുടെ തോതിൻ്റെ ബേസിൽ ഓൺ ദ എമൗണ്ട് ഓഫ് റെയിൻ എത്ര കിട്ടുന്നു എന്നതിൻ്റെ ബേസിസ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡ്രൈ ഫാമിംഗ്, ഡ്രൈ ലാൻഡ് ഫാമിംഗ് ആൻഡ് റെയിൻഫെഡ് ഫാമിംഗ്. നിങ്ങൾക്ക് ലഭിക്കുന്ന മഴ 750 മില്ലിമീറ്ററിൽ കുറവാണെങ്കിൽ നമ്മളതിനെ ഡ്രൈ ഫാമിംഗ് ഏരിയ അല്ലെങ്കിൽ ഡ്രൈ ഫാമിംഗിൽ ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിക്കുന്ന മഴ 750 മുതൽ 1150 മില്ലിമീറ്ററിലാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ഡ്രൈ ലാൻഡ് ഫാമിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇനി റെയിൻഫെഡ് ഫാമിലോട്ട് വരുമ്പോൾ കിട്ടുന്ന മഴ 1150 മില്ലിമീറ്ററിൽ കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഫാമിങ്ങിനെയാണ് നമ്മൾ റെയിൻഫെഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് മൂന്നും വരുന്നത് റെയിൻഫെഡ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ്. പക്ഷെ ഒന്നുകൂടെ പ്രിസൈസ് ആയിട്ട് മഴ ലഭിക്കുന്ന മഴയുടെ തോതനുസരിച്ച് ഞാനൊന്ന് ക്ലാസിഫൈ ചെയ്തെന്ന് മാത്രം. ഇതിനകത്ത് ഡ്രൈ ഫാമിങ്ങിലോട്ട് വരുമ്പോൾ കൂടുതലായിട്ടും ഡ്രൈ ഫാമിംഗ് നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്നത് അരിഡ് ഏരിയാസിലായിരിക്കും. വളരെ റെയിൻഫോൾ കുറവാണ്, 750 മില്ലിമീറ്റർ കുറവാണ്. അപ്പോൾ അരിഡ് റീജിയൻസിലായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഡ്രൈ ഫാമിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രൈ ലാൻഡ് ഫാമിങ്ങിലോട്ട് വരുമ്പോൾ ഡ്രൈ ലാൻഡ് ഫാമിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നത് സെമി അരിഡ് ഏരിയാസിലായിരിക്കും നമ്മൾ ഡ്രൈ ലാൻഡ് ഫാമിംഗ് ചെയ്യുന്നത്. അതേസമയം റെയിൻഫെഡ് ഫാമിങ്ങിലോട്ട് വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹ്യൂമിഡ്, കുറച്ച് കൂടെ മോയ്സ്ചർ കൂടുതലുള്ള അല്ലെങ്കിൽ ചൂട് കുറവുള്ള ഹ്യൂമിഡ് ഏരിയാസിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ റെയിൻഫെഡ് ഫാമിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മൂന്നുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് ഓഫ് ഗ്രോയിങ് ഡേയ്സ്. നമുക്ക് എത്ര ദിവസങ്ങളിൽ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ട് ഗ്രോയിങ് സീസണിൽ ഉൾപ്പെടുത്തുന്നുള്ള കാര്യം. ഡ്രൈ ഫാമിങ്ങിലും ഡ്രൈ ലാൻഡ് ഫാമിങ്ങിലും എങ്ങനെയൊക്കെ പോയാലും 200 വർഷത്തിൽ 200 ദിവസത്തിൽ താഴെ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ക്രോപ്പ് ഗ്രോയിങ് സീസൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രിഫറബിളി ചിലപ്പോൾ 120 താഴെ വരെ പോകാം. അതേസമയം റെയിൻഫെഡ് ഫാമിങ്ങിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 200 ദിവസത്തിൽ അധികം ക്രോപ്പിംഗ് ഡേയ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡ്രൈ ഫാമിംഗ്, ഡ്രൈ ലാൻഡ് ഫാമിംഗ് ഏരിയാസിൽ വളരെ സിവിയർ ആയിട്ടുള്ള മോയ്സ്ചർ ഉള്ളത് കൊണ്ട് ക്രോപ്പ് ലോസിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് ഏരിയാസിലും നമുക്ക് എങ്ങനെയായാലും കൃഷി മുമ്പോട്ട് പോകണമെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോയ്സ്ചർ കൺസർവേഷൻ മെത്തേഡ്സ് ഇല്ലാതെ കൃഷി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതേസമയം റെയിൻഫെഡ് ഫാമിങ്ങിൽ മഴയുടെ തോത് താരതമ്യേന കൂടുതലാണ് നമ്മൾ പഠിച്ചു. 1150 മില്ലിമീറ്ററിൽ കൂടുതലായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഡ്രെയിനേജ് എന്ന് പറയുന്ന വെള്ളം കെട്ടി നിൽക്കാതെ ഡ്രെയിനേജിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മോയ്സ്ചർ കൺസർവേഷൻ വേണം എങ്കിൽ തന്നെ ഡ്രെയിനേജിന് കൂടെയുള്ള ഇമ്പോർട്ടൻസ് ഈ പറയുന്ന റെയിൻഫെഡ് ഫാമിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് കൊടുത്തിരിക്കണം. സോ ഇതൊക്കെ തന്നെയാണ് റെയിൻഫെഡ് അഗ്രികൾച്ചറിൽ നമുക്ക് പറയാനുള്ളത്. ഏകദേശം ഇന്ത്യയുടെ 70% റെയിൻഫെഡ് അഗ്രികൾച്ചറിലാണ് വരുന്നത്. അതിൻ്റെ തന്നെ ഡ്രൈ ഫാമിംഗ്, ഡ്രൈ ലാൻഡ് ഫാമിംഗ്, റെയിൻഫെഡ് ഫാമിംഗ് എന്ന് പറയുന്ന മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിന് തന്നെ നമ്മൾ വീണ്ടും മഴയുടെ ഇൻറ്റൻസിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. 750 മുതൽ 1250 ഗ്രേറ്റർ ദാൻ 1150 mm. താങ്ക് യു.